ഹലോ നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ ദിവസവും സ്വർണ്ണവിലയും വെള്ളിവിലയും സ്വർണ്ണത്തെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും യഥാസമയം ലഭിക്കാനായി സ്ക്രീനിൽ വലതുവശത്ത് കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി തുടർന്ന് വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ഇന്ന് 2025 മെയ് മാസം 8-ാം തീയതി, മേടമാസം 25-ാം തീയതി, വ്യാഴാഴ്ച, സമയം രാവിലെ 6 മണി. സംസ്ഥാനത്ത് തുടർച്ചയായി 3-ാം ദിവസവും സ്വർണ്ണവില ഉയർന്നു. കേരളത്തിൽ കഴിഞ്ഞ ദിവസം 2000 രൂപ ഉയർന്നതിന് പിന്നാലെ ഇന്നലെയും വില വർധന രേഖപ്പെടുത്തി. ഇന്നലെ പവന് 400 രൂപയും ഗ്രാമിന് 50 രൂപയുമാണ് ഉയർന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ വൻ തകർച്ച രേഖപ്പെടുത്തിയ സ്വർണം തിങ്കളാഴ്ച മുതൽ ഉയരുകയായിരുന്നു. കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര മാർക്കറ്റിലും സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ് നടത്തിയിരുന്നു. $3200 പരിധിയിൽ നിന്നും വീണ്ടും ഉയർന്ന് $3400 താഴെയായി വ്യാപാരം പുരോഗമിക്കുകയാണ് ഇപ്പോൾ. എന്നാൽ സ്വർണ്ണവിലയുടെ കുതിപ്പിന് താൽക്കാലികമായി വിരാമമിട്ടുകൊണ്ട് അമേരിക്കയും ചൈനയുമായുള്ള വ്യാപാര യുദ്ധത്തിൻ്റെ ചർച്ച ഈ ആഴ്ച തന്നെ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് സ്വർണ്ണവിലയുടെ വരും ദിവസങ്ങളിലെ തകർച്ചയ്ക്ക് ഇടയാക്കിയേക്കാം. ഇന്ന് രാവിലെ സ്വർണ്ണവില അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ഔൺസ് സ്വർണ്ണത്തിന് $3386. സംസ്ഥാനത്ത് ഇന്ന് രാവിലെ 24 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 99,900 രൂപ, 1 പവൻ 79,200 രൂപ. 18 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 7,425 രൂപ, 1 പവൻ 59,400 രൂപ. സംസ്ഥാനത്ത് നിന്ന് 916 സ്വർണ്ണവില 1 ഗ്രാം 9,075 രൂപ, 1 പവൻ 72,600 രൂപ. സംസ്ഥാനത്ത് നിന്ന് വെള്ളിവില 1 ഗ്രാം 108 രൂപ, 1 കിലോ 1,80,000 രൂപ. ഇന്നത്തെ മാറി വരുന്ന പുതിയ സ്വർണ്ണവില ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷം പുതിയ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനായി താഴെ കാണുന്ന ലിങ്ക് ഫോളോ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു. താങ്ക്